പാലയക്കര ടോൾ പ്ലാസയിൽ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയില്ല. സർവീസ് റോഡുകൾ തകർന്നു കിടക്കുന്ന കാരണമാണ് അനുമതി നിഷേധിച്ചത്. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇന്ന് അനുമതി നൽകും എന്നൊരു സൂചന കോടതി നൽകിയിരുന്നു. പക്ഷേ ടോൾ പിരിവിന് അനുമതിയില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസം കോടതി വെള്ളിയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ തിങ്കളാഴ്ച പരിഗണിക്കാം, അതിനുശേഷം ഒരു ഓർഡർ പുറപ്പെടുവിക്കാം. ഓർഡറിൽ നിബന്ധനകളോട് അനുമതി നൽകാം, കർശന നിബന്ധനകൾ ഉണ്ടാകും എന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ഒന്നാമത്തെ ഐറ്റമായി സവനി ബെഞ്ചിൽ കേസെടുത്തു. അപ്പോൾ തൃശൂർ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരായിരുന്നു. ജില്ലാ കളക്ടർ ഹാജരായപ്പോൾ ജില്ലാ കളക്ടറോട് കോടതി ചോദിച്ചു, മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നു എന്നൊരു വിവരം കിട്ടുന്നുണ്ടല്ലോ, അവിടെ എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞ മറുപടി, അവിടെ റിസ്ക് ഉണ്ട്, മുരിങ്ങൂരിൽ ഗതാഗത കുരുക്കുണ്ട്, അവിടെ സർവീസ് റോഡ് തകർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ കോടതി NHAIയുടെയും ടോൾ കമ്പനിയുടെയും അഭിഭാഷകരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല, ഇനി വ്യാഴാഴ്ച നമുക്ക് കേസ് പരിഗണിക്കാം, അതിനു മുമ്പ് എന്താണ് സാഹചര്യം എന്നുള്ളത് ജില്ലാ കളക്ടർ കോടതിയെ അറിയിക്കുക. അപ്പോൾ കോടതിക്ക് തൃപ്തികരമാണെങ്കിൽ ആണെങ്കിൽ മാത്രം അപ്പോൾ അനുമതി നൽകാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി കർശന നിലപാടാണ്. ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഉടനെ പരിഹാരം കാണും എന്നൊക്കെ നിരന്തരം കോടതി അറിയിച്ചെങ്കിലും അത് പരിഹാരം കണ്ടിട്ട് ടോള് പിരിച്ചാൽ മതി എന്നുള്ള കർശന നിലപാടാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ടോൾ കമ്പനിയും NHAIയും സുപ്രീം കോടതി വരെ പോയതായി കേസിന്. പക്ഷേ സുപ്രീം കോടതിയും ഹൈക്കോടതി എടുത്ത നിലപാടിന് അനുകൂലമായി നിന്നു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു. ഇന്ന് ഹൈക്കോടതിയും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുജനം ബുദ്ധിമുട്ട് ഉണ്ടാകരുത്, അതിനൊരു പരിധിയുണ്ട്, പൊതുജനത്തിന് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്, അതുകൊണ്ട് ഒരു കാരണവശാലും ടോൾ പിരിവിന് ഇന്ന് അനുമതി നൽകുന്നില്ല, വ്യാഴാഴ്ച സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് അനുമതി നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഈ കേസ് പരിഗണിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനി അധികൃതരും പറഞ്ഞത് ഏതാണ്ട് 1.5 മാസത്തിലധികമായി ടോൾ പിരിവില്ല, അതുകൊണ്ട് തന്നെ ടോൾ കമ്പനിക്ക് വരുമാനമില്ല, 300ഓളം ജീവനക്കാർ അവിടെ ജോലി എടുക്കുന്നുണ്ട്, അവർക്ക് കഴിഞ്ഞ മാസം ശമ്പളം കൊടുക്കുന്നതിന് പോലും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ടോൾ പിരിവ് പുനരാരംഭിക്കാതെ ഈ കമ്പനിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നൊക്കെ വിശദീകരിച്ചു. പക്ഷേ ഹൈക്കോടതി ഒരു ഇഞ്ച് വഴങ്ങിയില്ല. കോടതി പറഞ്ഞു, ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ബുദ്ധിമുട്ട് കോടതിക്ക് കേൾക്കണ്ട, ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഗതാഗത കുരുക്കിൽ വലയുകയായിരുന്നു ജനം. അതിൽ കോടതി ഇടപെടലോടുകൂടിയാണ് കുറച്ചെങ്കിലും സർവീസ് റോഡ് നന്നാക്കാനും ആ പ്രശ്നത്തിന്റെ ചെറിയൊരു പരിഹാരം ഉണ്ടാക്കാനും നിങ്ങൾ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ അക്കാര്യം വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൃശൂർ ജില്ലാ കളക്ടർ പറഞ്ഞ മറുപടി റിസ്ക് ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് മാറട്ടെ എന്നാണ് മുഷ്താഖ് പറഞ്ഞത്. വ്യാഴാഴ്ച കേസ് പരിഗണിക്കും, അന്ന് മാത്രം അന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് എന്താണോ അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ, ഗതാഗത കുരുക്ക് മാറിയിട്ടുണ്ടോ, സർവീസ് റോഡ് മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നത് നന്നാക്കിയിട്ടുണ്ടോ, ഈ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കോടതി അപ്പം തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്നും ടോൾ പിരിവിന് അനുമതിയില്ല. കഴിഞ്ഞ മാസം ജൂൺ 5 ഓഗസ്റ്റ് 5 കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സർവീസ് റോഡുകൾ നന്നാക്കി ഗതാഗത കുരുക്ക് പരിഹരിക്കാതെ ജനങ്ങളെ വലയ്ക്കുന്ന ഈ സമീപനം മാറ്റാതെ ഇനി ടോള് നിങ്ങൾ പിരിക്കേണ്ടതില്ല എന്ന് ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും ടോൾ കമ്പനിക്കും കോടതി അന്ത്യശാസനം നൽകുകയായിരുന്നു. ആ അന്ത്യശാസനം ഇപ്പോഴും തുടരുന്നു. ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് കോടതി തയ്യാറല്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് കോടതിക്ക് മുമ്പിൽ പരമപ്രധാനമായ പ്രശ്നം. അത് പരിഹരിക്കാതെ നിങ്ങൾ ഇനി കോടതിയിലേക്ക് വരേണ്ടതില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, ഈ റോഡ് നന്നാക്കുന്നതിനേക്കാൾ എത്രയോ താല്പര്യമാണ് ഇവർക്ക് ഈ കേസ് നടത്തുന്നതിന്, എങ്ങനെയെങ്കിലും ടോൾ പിരിക്കുന്നതിനുള്ള അനുമതി നേടിയെടുക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇവർക്ക് ഇല്ല, ദേശീയപാത അതോറിറ്റിക്ക് ഇല്ല. അതായത് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഇക്കാര്യത്തിൽ ടോൾ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. റോഡ് നന്നാക്കിയില്ലെങ്കിലും റോഡ് ഗതാഗതത്തിന് യോഗ്യമാക്കിയില്ലെങ്കിലും ടോള് പിരിക്കട്ടെ, ടോള് പിരിക്കാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കണം എന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള NHAIയും ദേശീയപാത അതോറിറ്റിയും നിരന്തരം കോടതിയിൽ സ്വീകരിച്ചത്. ഹൈക്കോടതി ഓഗസ്റ്റ് 5 കേസ് പരിഗണിച്ച് ടോള് പിരിവ് നിരോധിച്ചു. ആ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ടോൾ കമ്പനിയും കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ചെയ്തത്. സുപ്രീം കോടതിയിലും ടോൾ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചത്.
അപ്പൊ അതിനർത്ഥം ടോൾ പിരിക്കട്ടെ തീർച്ചയായും. എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. റോഡ് നന്നാക്കിയാലും ഇല്ലെങ്കിലും ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് സഹിച്ചാലും ഇല്ലെങ്കിലും ടോൾ പിരിക്കട്ടെ, ടോൾ കമ്പനി ടോൾ പിരിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും നിരന്തരം സ്വീകരിച്ചു വരുന്നത്. പക്ഷേ കോടതി അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഒരു 10-12 തീർച്ചയായും തവണ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ റോഡുകൾ വൃത്തിയാക്കാതെ നിങ്ങൾ ടോൾ പിരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു.